കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചത്? ആലപ്പുഴ പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ വീട്ടമ്മയെ കൊലപ്പെടുത്തിയതാകാമെന്ന് സംശയിക്കുന്ന തെളിവുകൾ പുറത്തുവരുന്നുണ്ട്. ജൈനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യൻ പണയം വെച്ചതായി കണ്ടെത്തി. ഇരുവരും തമ്മിൽ എത്ര നാളായി പരിചയമുണ്ടായിരുന്നു? ജൈനമ്മ ആലപ്പുഴയിൽ നിന്ന് പിന്നീട് എവിടേക്കാണ് പോയത്? ഇക്കാര്യങ്ങളിൽ വ്യക്തത വേണം. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. അതിനിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും DNA പരിശോധനാ ഫലവും ലഭിച്ചാൽ കേസിൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ഒൻപത് പവനോളം ആഭരണങ്ങളാണ് ജൈനമ്മയുടെ കൈവശമുണ്ടായിരുന്നത്. സമാനമായ അളവിൽ സെബാസ്റ്റ്യൻ വിവിധയിടങ്ങളിലായി പണയം വെച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി. കടയുടമകളുടെ മൊഴിയും രേഖകളും ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തു. ഇതാണ് നിർണായക തെളിവായി മാറുന്നത്. സ്വർണത്തിന്റെ അടക്കം കൂടുതൽ പരിശോധന നടത്തി ജൈനമ്മയുടെ തന്നെയാണോ എന്ന പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പണം ലക്ഷ്യമിട്ടാണ് കൊലപാതകം നടത്തിയതെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ വിലയിരുത്തുന്നത്. സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് കോടതിയിൽ അപേക്ഷ നൽകി. 10 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് ഏറ്റുമാനൂർ കോടതിയിൽ സമർപ്പിച്ചത്. കസ്റ്റഡിയിൽ ലഭിച്ചാൽ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് നിഗമനങ്ങളിലെത്താനാണ് ശ്രമം. ഈ കാലയളവിൽ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും DNA പരിശോധനാ ഫലവും ലഭിക്കുമെന്ന് അന്വേഷണ സംഘം കരുതുന്നു. DNA പരിശോധനാ ഫലമാണ് കേസിൽ ഏറ്റവും നിർണായകമെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. ജി ശ്രീജിത്ത്, News 18 കോട്ടയം. ആലപ്പുഴ